ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോണിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ഈ പഴയ കെട്ടിടത്തിൽ നിന്നും മാറേണ്ടതുണ്ട് എന്ന തീരുമാനം നേരത്തെ വന്നാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായ വീഴ്ച എന്ന വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. മന്ത്രിതല യോഗ തീരുമാനം അനുസരിച്ചാണെങ്കിൽ പുതിയ കെട്ടിടത്തിലേക്ക് വേഗം മാറണമെന്നായിരുന്നു. മെയ് 30-നാണ് ഈ മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത്. അപ്പോൾ അത് വൈകിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്? ആ തീരുമാനമെടുക്കുന്ന യോഗത്തിനകത്ത് സംബന്ധിച്ചിരുന്നു അവിടെ മെഡിക്കൽ കോളേജിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡായിട്ടുള്ള ജില്ലാ കളക്ടറില്ലേ, അവരെല്ലാം കൂടെ കൂടിയെടുത്ത തീരുമാനം നടപ്പാക്കാത്തതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ല എന്ന് ഇവരിൽ ആരെങ്കിലും തിരിഞ്ഞു ചോദിച്ചിട്ടുണ്ടോ? ഒരു നിശ്ചിത സമയം പറഞ്ഞ് ഇത് മാറ്റണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ തീരുമാനം നടപ്പാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഫോളോ അപ്പ് ആക്ഷൻ വേണ്ടേ? ആ ആക്ഷൻ വേറെ ആർക്കാ ചെയ്യാൻ കഴിയുക? ആ തീരുമാനമെടുത്ത ആളുകളും മന്ത്രിമാർക്കും. അവർക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതിന്റെ ഫോളോ അപ്പ് ആക്ഷന് നിർബന്ധിക്കാൻ പറ്റുമോ? അപ്പൊ തീരുമാനം എടുത്തു എന്ന് പറയുക, തീരുമാനം നടപ്പായില്ലേലും കുഴപ്പമില്ല എന്നുള്ള നിലയിൽ കണ്ണടച്ചിരിക്കുക, അതല്ലേ ഈ അത്യാഹിതത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഇതിലൊരു കാര്യം ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണല്ലോ സംസ്ഥാനം ആകെ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഉയരുന്നത്. ആരോഗ്യമന്ത്രി എന്നതിനപ്പുറം അവിടെ സ്ഥലം MLA എന്ന് പറയുന്നത് മന്ത്രി VN വാസവനാണ്. MLA എത്രത്തോളം ഉത്തരവാദിത്വം നിറവേറ്റിയെന്നൊരു ചോദ്യം അത് പ്രതിപക്ഷത്തിൽ നിന്നും അത്ര ശക്തമായി ഉയർന്നു കേൾക്കുന്നില്ല. അതല്ല ആദ്യം ഇവർ ഉദ്ദേശിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയം നിയോജക മണ്ഡലത്തിലാണെന്നാണ്. അതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയിലെ സൈബർ പോരാളികളെല്ലാം എനിക്കെതിരെയാണ് ചോദ്യമെല്ലാം ചോദിച്ചത്. അതിനുശേഷം അവർക്ക് ഈ അബദ്ധം പറ്റി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പോരാളികൾക്ക് അവരൊരു സർക്കുലർ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നേരിട്ട് കണ്ടു. നമ്മൾ ഇതുവരെ പറഞ്ഞതിലകത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്ഥലം MLA നമ്മുടെ തന്നെ MLA ആണ്. അതുകൊണ്ട് സ്ഥലം MLA എന്നുള്ള ചോദ്യം ഇനി ചോദിക്കേണ്ട, അത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ. അപ്പൊ ഇതൊക്കെ നാടകം കളിക്കുകയല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല, കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഗവേഷണമാണ്. അതിനു വേണ്ടിയുള്ള ചില നാടകങ്ങളാണ്. ആളുകളെ ഇറക്കിയും ചില ആളുകൾ ഇറങ്ങിയും ഒക്കെ ഇതേ നടപടികൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ കാര്യമായി ഇടപെടൽ നടത്തുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി ചെല്ലുകയും ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മന്ത്രി VN വാസവന്റേതായി വന്ന പ്രതികരണം, അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്താണല്ലോ ഈ കെട്ടിടം സംബന്ധിച്ച് ആദ്യ പരാതി ഉയർന്നത്. അപ്പോൾ എന്തുകൊണ്ട് UDF അക്കാലത്തൊന്നും ചെയ്തില്ല എന്നൊരു ചോദ്യം നിങ്ങളെ തിരിഞ്ഞുകുത്തുന്നുണ്ടോ? ഞങ്ങളെ അത് തിരിഞ്ഞുകുത്തേണ്ട കാര്യമില്ല. കാരണം ആ പറഞ്ഞ സംഭവം 2016 അവസാനിച്ചില്ലേ? 2016 ശേഷം 9 കൊല്ലക്കാലം കഴിഞ്ഞിട്ടും ഈ പഴയ തീരുമാനവും നടപ്പായിട്ടില്ല, ഒന്നും നടന്നില്ല എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഗവേഷണം നടത്തി ഒരു കാര്യം കണ്ടെത്താം എന്നുള്ളതല്ലാതെ അതിനകത്ത് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് കണക്കാക്കുന്നുണ്ടോ? ആ ഒരു കാരണവശാലും ഇവർ ചെയ്യേണ്ടിയിരുന്ന നടപടി ചെയ്തില്ല, അതിനു വേണ്ടിയുള്ള ശ്രമം നടന്നില്ല. നമ്മളിപ്പോൾ സമരവും ബഹളവും പ്രക്ഷോഭണവും അല്ല പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെയെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് രക്ഷ കിട്ടാനുള്ള മാർഗമുണ്ടാകണം. ഈ രൂപത്തിൽ അന്യോന്യം പോരടിച്ച് നിന്ന് ഇവിടെ രോഗികൾക്കുണ്ടാകേണ്ട ഒരു പരിചരണം അത് തകർന്ന് തരിപ്പണമായാൽ എവിടെ പോയി നിൽക്കും? അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അവനവന്റെ തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്.